ദുൽഖർ പലസ്തീന് വേണ്ടി, ദുൽഖർ മാത്രമല്ല പലരും കോട്ടിട്ട് വന്ന പലരും പലസ്തീന് വേണ്ടി കിടന്ന് കരച്ചിലും നിലവിളിയും, ഡോക്ടർമാർ എഞ്ചിനീയർമാരെയൊക്കെ കൊന്നു തള്ളുകയാണ് ഇസ്രായേൽ എന്നൊക്കെ ഒരു കരച്ചിലായിരുന്നു. പക്ഷേ നമ്മൾ ഈ പഹൽഗാമില് മതം ചോദിച്ചുകൊണ്ട് പിന്നെ ഈ തുണി അഴിച്ച് മതം ചോദിച്ച് നമ്മുടെ സഹോദരങ്ങളെ കൊന്നപ്പോൾ ഇവരാരും ഒരു 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 കണ്ണുനീരിന്റെ ഒരു സ്മൈലി പോലും ഇട്ട് നമ്മളാരും കണ്ടില്ല. പോസ്റ്റ് ഇടേണ്ട ഒരു സ്മൈലി പോലും ഇട്ട് നമ്മളാരും കണ്ടില്ല. ഈ നമ്മുടെ ചെങ്കോട്ട സ്ഫോടനത്തിലും നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചപ്പോഴും ഇവരാരെയും ഒന്ന് ഒരു സഹതാപ വർത്തമാനം അഭിനയത്തിന് വേണ്ടി പറയാൻ പോലും ഇവരെ ആരെയും കണ്ടില്ല. ഇതൊക്കെ ഇപ്പോ ആളുകൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ചുടാപ്പികളും പൃഥ്വിരാജിനെ കൈവിട്ടത്. പൃഥ്വിരാജിന് അറിവുണ്ടെന്നുള്ളൊരു ധാരണയുണ്ട്, തിരിച്ചറിവുണ്ടാകുന്ന നല്ലതാണ്. വേറൊന്നുകൊണ്ടും പറയല്ല. അത് ഈ നമ്മുടെ CPM ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ആദ്യമേ അങ്ങനെ തന്നെ ഉണ്ടോ, CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇതുപോലെ മിടുക്കനാന്നൊരു തോന്നലുണ്ടായിരുന്നു. ഈ അയ്യപ്പൻ്റെ വിഷയം വെച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, CPM ഒരു നിലപാടെടുത്തു. ഏത്, ഞാൻ ഇപ്പോഴത്തെ വിഷയമല്ല പറഞ്ഞത്, നേരത്തെ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് CPMൻ്റെ പാർട്ടി ഒരു നിലപാടെടുത്തു. അതിനകത്ത് സ്ത്രീകളെ കയറ്റാം, എന്നിട്ട് അതിനകത്ത് ഈ സാധാരണക്കാരനുണ്ടല്ലോ, മലയരയൻ്റെ അമ്പലമാണ്, പാവം പിടിച്ചവൻ്റെ അമ്പലമാണ്, ഇവരെ കൂട്ടി യോജിപ്പിച്ച് അതിനകത്തൊരു വർഗീയ ഫോർമുല കൊണ്ടുവന്നിട്ട് ആളിനെ കൂട്ടാമെന്നുള്ള ധാരണയായിരുന്നു. പക്ഷെ അയ്യപ്പൻ്റെ വിഷയം വന്നപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആളാണ്. മലയരനും അയ്യപ്പൻ്റെ ആളാണ്, ബ്രാഹ്മണനും അയ്യപ്പൻ്റെ ആളാണ്, ക്രിസ്ത്യാനി അയ്യപ്പൻ്റെ ആളാണ്, മുസ്ലിമും അയ്യപ്പൻ്റെ ആളാണ്. ആർക്കും അങ്ങനെ വന്നപ്പോൾ ആ ഒരു ഫോർമുല അവിടെ പരാജയപ്പെട്ടു.